കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മുംബൈ നഗരത്തിലെ ഒരു സ്കൂളാണ്. ആ സ്കൂളിന്റെ മുന്നിൽ നിന്ന് അഞ്ജലി എന്ന ഒരു ന്യൂസ് റിപ്പോർട്ടർ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പ്രേക്ഷകരോട് പറയുന്നു. ആ ഒരു സ്കൂളിലെ 2 കുട്ടികളെ കുറച്ചു ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഒരു മാന്ത്രിക ബാലൻ വന്ന് ആ കുട്ടികളെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കുകയുണ്ടായി. അഞ്ജലി ആ 2 കുട്ടികളുടെ അടുത്ത് ചെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അവർ അവരെ 2 ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ആകാശത്തുനിന്ന് ഒരു അത്ഭുത ബാലൻ വന്ന് അവന്റെ മാന്ത്രിക ദണ്ഡെടുത്ത് മന്ത്രം പറഞ്ഞപ്പോൾ ഗുണ്ടകളുടെ ദേഹത്തേക്ക് കരണ്ടടിക്കുകയും തുടർന്ന് അവർ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നും പറയുന്നു. അഞ്ജലി തുടർന്ന് പറയുന്നു, ഈ ഒരു കുട്ടി മുംബൈ നഗരത്തിലെ പല കുറ്റകൃത്യങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലാണ് ഒരു സ്ത്രീയുടെ ആഭരണങ്ങൾ 2 ആൾക്കാർ ചേർന്ന് മോഷ്ടിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അവിടെയും ഈ ഒരു അത്ഭുത ബാലൻ വന്ന് ആഭരണങ്ങൾ വീണ്ടെടുക്കുകയും കുറ്റം ചെയ്തവർക്ക് തക്കതായ ശിക്ഷകളും നൽകുകയുണ്ടായി. മറ്റൊരു സ്ഥലത്ത് കുട്ടികളുമായി വരുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്ക് അപ്രതീക്ഷിതമായി ബ്രേക്ക് നഷ്ടപ്പെടുകയാണ്. അത് ഒരു സ്ഥലത്തേക്ക് വീഴാൻ പോവുകയായിരുന്നു. അവിടെയും ഈ ഒരു അത്ഭുത ബാലൻ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരെ രക്ഷിക്കുകയും ചെയ്തു. അഞ്ജലി ചോദിക്കുന്നു, ആരാണ് ഈ അത്ഭുത ബാലൻ? അവൻ എവിടെ നിന്നാണ് വന്നത്? അവൻ എങ്ങനെയായിരിക്കും ഈ അത്ഭുതശക്തികളെല്ലാം ലഭിച്ചിരിക്കുക? ഇവന്റെ പേരാണ് ബാൽവീർ. ബാൽവീർ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നതെന്നറിയാൻ നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകേണ്ടിവരും. പിന്നീട് കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അവിടെ ഒരു വീട്ടിലെ 2 നല്ലവരായ കുട്ടികളാണ് മനുവും മഞ്ജുവും. അവർ അവരുടെ ക്ലാസ്മേറ്റായ മധുവിന്റെ ശല്യം കാരണം വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് മഞ്ജു ദേവതാ ലോകത്തെ റാണിയായ റാണി ദേവതയോട് തന്റെ വിഷമം പറയുകയാണ്.